നശിച്ചു പോവുകയും ചെയ്യും. നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ കണ്ണൻ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ മാർച്ച് 3 സിലിണ്ടർ ബുക്ക് ചെയ്യുകയും മാർച്ച് 9 സിലിണ്ടർ ഡെലിവറി ചെയ്തതായി മെസ്സേജ് വരികയും ചെയ്തിട്ടും തനിക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മ ഗ്യാസ് ഓഫീസിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുളത്തൂപ്പുഴ സ്വദേശിയായ ജെസി അലക്സ് എന്ന ഗുണഭോക്താവാണ് പ്രതിഷേധപരമായി കുളത്തൂപ്പുഴ കണ്ണൻ ഗ്യാസ് ഏജൻസിയിൽ രാവിലെ 10 മണി മുതൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഞാൻ മാർച്ച് മാസം 3-ാം തീയതിയാണ് ഗ്യാസിന് അപേക്ഷിച്ചത്. 4-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു, 866 രൂപ അടയ്ക്കണമെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. 5-ാം തീയതി രാവിലെ ഈ ഗ്യാസിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുറ്റി ഇതെല്ലാം എടുത്തു പോയി, ഞങ്ങളിതാ വരുന്നതെന്ന്. ഇതുവരെ വന്നില്ല. 6-ാം തീയതിയും ഇത് തന്നെ അവർ വിളിച്ചു പറഞ്ഞു, എന്നിട്ടും വന്നില്ല. 7-ാം തീയതി വീണ്ടും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, 922 രൂപ ഞാൻ അടയ്ക്കാം. എന്നിട്ട് അതിന് മറുപടിയില്ല. ഇന്ന് 7-ാം തീയതി മുതൽ ഞാൻ ഇവരെ വിളിക്കുക. അപ്പോഴത്തേക്ക് ടി വിയിലൊക്കെ ന്യൂസ് വന്നു, 21 നമ്മൾ അപേക്ഷിച്ച് 21 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. 23-ാമത്തെ ദിവസം ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും അലസത്തെ ഇവിടെ വന്ന് തിരക്കുന്നത്. 23-ാമത്തെ ദിവസം ഇവിടെ വീണ്ടും വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് 3 ദിവസത്തിനകം മേടിക്കണമായിരുന്നു, നിങ്ങൾ ഒന്നും കൂടെ അപേക്ഷിക്കാൻ പറഞ്ഞു. ഒന്നും കൂടെ അപേക്ഷിച്ചപ്പോൾ എനിക്ക് വന്ന മെസ്സേജാണ് ഇത്, നിങ്ങൾ 9-3-ാം തീയതി നിങ്ങൾക്ക് ഡെലിവറി ചെയ്തില്ല. ഇന്ന് ഈ 3-ാം തീയതി മുതൽ 27 ദിവസമായി ഇതുവരെ ഡെലിവറി ചെയ്തില്ല. ഞാനിന്ന് 10 മണി മുതൽ ഈ ഓഫീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, 10 മണി മുതൽ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു 10 പേരിൽ കൂടുതൽ ഈ ഡെലിവറി ചെയ്ത ഫോൺ നമ്പറുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഓരോ സ്ഥലത്തും അവരെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഇന്ന് എത്തിക്കുമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുമായിരുന്നു. ഒരു 95 വയസ്സുള്ള ഒരു അപ്പൂപ്പ പുനലൂർ സപ്ലൈ ഓഫീസിൽ പോയി പരാതിയും കൊടുത്തിട്ട് അവിടുന്ന് രേഖയായിട്ട് ഇന്ന് ഇവിടെ വന്ന് മേടിച്ചു കൊടുത്തപ്പോൾ ആ പാവം പിടിച്ച അപ്പനെ കൊടുത്ത്. ഇതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് കുളത്തൂപ്പുഴയിൽ നിന്ന് സബ് ഇൻസ്പെക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ വന്നിരുന്ന് സകല രേഖകളും അവരെ കാണിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, പരാതി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് രേഖാമുഖാന്തരം പരാതി തരാൻ പറഞ്ഞു. കളക്ടർക്കും സപ്ലൈ ഓഫീസിലും പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതിന് പ്രകാരം അവിടെ എല്ലാം രാവിലെ തന്നെ അവിടെ കൊടുത്തു. സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പോലും ഈ പുള്ളി ആ ഫോൺ എടുക്കാൻ തയ്യാറല്ല. പുള്ളിയുടെ ഫോൺ എടുക്കത്തുമില്ല. ഞാൻ ഇങ്ങനെ താണ്ടേന്നും പറഞ്ഞു കൊടുക്കുന്ന ആ ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഏറെ വിഷമത്തിലാണ്. ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഗവൺമെൻറ്റിൻ്റെയൊക്കെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്, അവരെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൽ വിൽക്കുകയാണ് ഇവിടെ നടത്തുന്നത്. അല്ല, വേറെ ഒരു സ്ഥാപനത്തിലും ഗ്യാസിന് ബുദ്ധിമുട്ടില്ല. ഈ ഒരു ഏജൻസി അല്ലാതെ വേറെ ഒരു മനുഷ്യർക്കും വേറെ ഇതിന് ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ ഗുണഭോക്താവ് യഥാസമയം DAC നമ്പർ നൽകാത്തതാണ് ഇവർക്ക് സിലിണ്ടർ വിതരണം ചെയ്യാൻ സാധിക്കാതെ വന്നതെന്നാണ് സ്ഥാപന ഉടമ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് 1 മാസത്തിന് മുമ്പ് സിലിണ്ടർ OTP വഴി അല്ലെങ്കിൽ ബുക്കിംഗ് വഴി സിലിണ്ടർ എടുത്ത ആളുകൾ 30 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരിക, അവർക്ക് വീണ്ടും ബുക്കിംഗ് ഇല്ലാതെ തന്നെ സിലിണ്ടർ ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന ഒരു പയ്യനെ കുറച്ച് ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവന് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും അവനെ ഭീഷണിപ്പെടുത്തി സിലിണ്ടർ കർക്കശമായിട്ട് ബുക്കിംഗ് ഇല്ലാതെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ ശ്രമം നടത്തിയപ്പോൾ പോലീസ് വന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കെല്ലാം സിലിണ്ടർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു 3-4 സിലിണ്ടർ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇത് ഒരു കാര്യമായിട്ട് വെച്ചിട്ട് വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 30 ദിവസം എടുത്തതിന് ശേഷം 30 ദിവസം കഴിയുമ്പോൾ ബുക്കിംഗ് ഇല്ലാതെ തന്നെ സിലിണ്ടർ വാങ്ങിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും അതുപോലെ തന്നെ ഇത് അടിച്ചു പൊട്ടിക്കാനും അതുപോലെ തന്നെ ഞങ്ങളെ ഇതെല്ലാം നശിപ്പിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സിലിണ്ടർ കൈക്കലാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. നിയമപരമായിട്ട് ഞങ്ങൾക്ക് OTP വാങ്ങിച്ചു മാത്രമേ സിലിണ്ടർ ഡെലിവറി ചെയ്യാൻ പറ്റൂ. അതിനുള്ള അതാണ് IOCയും പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരു സിലിണ്ടറുകൾ പോലും ബ്ലാക്കിലോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലോ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് 100% ശരിയാണ്. നമുക്കങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. OTP തന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും വീട്ടിൽ കൊണ്ടുവന്ന സിലിണ്ടർ കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാം OTP തന്നുള്ള 100% ആളുകൾക്കും ഞങ്ങൾ സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയുന്നത്. നേരത്തെ നമുക്ക് ഇവിടെ ഡെലിവറി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലാത്തതിൻ്റെ ഇപ്പം ഇവിടെ ഈ റോഡ് സൈഡിൽ ഫിൽഡ് സിലിണ്ടർ വെച്ച് സെയിൽ ചെയ്യേണ്ട എന്ന് പുനലൂർ TSO താലൂക്ക് സപ്ലൈ ഓഫീസർ നിർദ്ദേശം തന്നു. അതനുസരിച്ച് അന്ന് മുതൽ ഞങ്ങൾ ഒരു സിലിണ്ടർ പോലും ഇവിടെ വെച്ച് വിൽക്കുന്നില്ല. എല്ലാ സിലിണ്ടറുകളും ഗോഡൗണിൽ നിന്ന് എടുത്ത് വാഹനത്തിൽ വീടുകളിൽ കൊണ്ട് OTP വാങ്ങി പണവും വാങ്ങി ഡെലിവറി ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ രീതി.
ഏകദേശം വലിയ കുടിശ്ശികയില്ലാതെ 29/3/2026 വരെയുള്ള OTP വന്ന എല്ലാ ആളുകൾക്കും, മിക്ക ആളുകൾക്കും ഇന്ന് ഈ സമയം ഡെലിവറി ചെയ്തു കഴിഞ്ഞു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.